നമസ്കാരം, ഞാൻ പ്രസീത അഴീക്കോട്. ഞാനിപ്പോ നിൽക്കുന്നത് നിലമ്പൂര് കവളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം, 2019 ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇവിടെ നമ്മുടെ പ്രദേശവാസികളില് 58ഓളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതില് 11ഓളം ആളുകളുടെ മൃതദേഹം ഇന്നും കിട്ടിയിട്ടില്ല. അപ്പോ ഇത്രയും വർഷത്തിനിടയിൽ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് തന്നെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഉത്തരപ്രകാരം മാറി താമസിക്കാൻ 76ഓളം കുടുംബങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാല് ഈ ഇതുവരെ ആയിട്ട് ഇവരുടെ പുനരധിവാസം ഇതുവരെ സാധ്യമായിട്ടില്ല. ഈ മഴ ഈ സമയം വരെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നതിന്റെ ബാക്കിൽ 2 നില വീട് ഉണ്ടായതാണ്. അപ്പോ നമുക്കറിയാം, വെള്ളം കൂടുതൽ വരുമ്പോൾ ഇനിയും പൊട്ടാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണിത്. അപ്പോൾ ഈ സ്ഥലത്ത് തന്നെ പ്രദേശവാസികൾ പിന്നെയും ഇവിടെ താമസിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. മഴ കൂടുമ്പോൾ ഈ നമ്മുടെ ക്യാമ്പുകളിലേക്ക് പോവുക എന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഇതിന്റെ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണം. മനസ്സിലാക്കാൻ പറ്റിയത്, ഇവിടെ 76 കുടുംബം മാറി താമസിക്കേണ്ടതിൽ 24ഓളം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരുടെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ വെള്ളം കയറുന്ന സമയത്ത് ഇവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമല്ല ഇത്. എന്നിട്ട് കൂടി അവർ ഈ പറയുന്ന വെള്ളം കയറുന്ന സമയം, മഴ പെയ്യുന്ന സമയത്ത് ക്യാമ്പുകളിലേക്ക് താമസം മാറ്റേണ്ട ഒരു സ്ഥിതിയിലേക്കാണ്. ഇപ്പൊ നമുക്ക് 2019 നടന്നൊരു കാര്യമാണ്. ഈ സമയം വരെ ഗവൺമെന്റ് ഇതിനൊരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഗോത്രയുടെ ആവശ്യം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചൂരൽമലയുടെ ദുരന്തം കണ്ടു. അപ്പോ സർക്കാർ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഇതേപോലെ പാലിക്കാതിരിക്കരുത്. നമ്മള് ഈ ഒരു പ്രദേശം കണ്ടോ, മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പോ സർക്കാർ ഈ കാര്യത്തില് പൂർണ്ണമായ ഉത്തരവാദിത്തം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.